എന്നോടിപ്പോൾ ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജി ഒരു ലോക ഫുട്ബോൾ ഭ്രാന്തനാണ്, ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു ആരാധകനാണ്. ഷാജിയുടെ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ പഴയൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയായ ഷാജഹാൻ എന്നോടൊപ്പം ചേരുകയാണ്. ജേഴ്സിയൊക്കെ ഇട്ടാണ് ഷാജി ഇറങ്ങിയിരിക്കുന്നത്. ഷാജി, ഗുഡ് മോർണിംഗ്. രാവിലെ കളിക്കാൻ ഇറങ്ങിയതാണോ? ഗുഡ് മോർണിംഗ്. രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയാൽ എന്താവും അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അത്ര വാശിയേറിയ കളിയാണ്. ഇവരാരും തന്നെ നമ്മൾ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. കാര്യം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അതെ തീർച്ചയായിട്ടും. കാര്യം നമുക്കിവിടെ നിൽക്കുന്നവരോട് ചോദിക്കാം, ഇവരൊക്കെ തന്നെ ഇത് ഒരു പിന്നെ അത് പ്രായ വ്യത്യാസമില്ലാതെ കളിക്കുന്ന കളിക്കാരാണ്. കാര്യം പല പ്രായത്തിലുള്ളവരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ കുട്ടികളുണ്ട്. അപ്പോൾ കാൽപന്തിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ ഒരു മത്സരം വേദിയാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ മത്സരങ്ങൾ നടക്കും. ഇപ്പോൾ മെസ്സി വരുന്നു എന്നുള്ളൊരു വാർത്ത. സാറേ, ഇദ്ദേഹം നമ്മുടെ ആലപ്പുഴയിലെ ട്രാഫിക് SI ആണ്. ലൈവാണ് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് പറയാം. ഇനിയിപ്പം നമ്മൾ തമാശകൾ ലൈവാണ്, കൈരളിയാണ്. അപ്പോഴേ മെസ്സി വരുന്നുണ്ട് കേരളത്തിലേക്ക്, അത് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സാറിനെ പോലുള്ളൊരു ഫുട്ബോൾ ആരാധകനെ കാണുന്നത്? ഞാൻ മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ്. കളിച്ചാൽ അതുപോലെയല്ലേ കളി. ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ സമ്മതിക്കും, ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. സാർ ഈ പ്രായത്തിലും ഫുട്ബോൾ കളിക്കുന്നത്, അപ്പോൾ അത് ഫുട്ബോളിനോടുള്ള ഒരു ആരാധന? അത് ആരാധനയും. എനിക്ക് വയസ്സ് 56 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ മുടങ്ങാതെ എല്ലാ ദിവസവും കളിക്കാൻ വരാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. സാറ് ട്രാഫിക് SI ആണ്. അതെ. അപ്പോൾ സാറ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നു, മെസ്സി വരുന്നതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ സാറ് പറഞ്ഞു ഭയങ്കര കളി കാണാൻ പോകണമെന്നുണ്ടോ മെസ്സിയുടെ? കളി കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ഇടയ്ക്കൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ, മെസ്സി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, പിന്നെ അത് മാറിയല്ലോ. വരുമെന്നുള്ള ഉറപ്പിച്ചു. അതെ. നമ്മളെ ഒരുപാട് കളിക്കാരോട് നിൽപ്പുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം. ഇവരൊക്കെ തന്നെ സനി ഒരു മിനിറ്റ്. നമ്മളെ മെസ്സി വരുമെന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. കേരളത്തിൽ വരണമെങ്കിൽ അത് ഒരു സ്പോർട്സ്മാൻ എല്ലാവർക്കും, എനിക്ക് പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമം എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. കളി ഇടയ്ക്ക് വെച്ചെന്ന് ഇപ്പോൾ നിർത്തിയതിൽ എല്ലായിടത്തും ക്ഷമ ചോദിക്കുന്ന കാര്യം. വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. പക്ഷേ മെസ്സി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി വലിയൊരു ആവേശമാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ഈ കളത്തിലോട്ട് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാര്യം ഞങ്ങൾ എല്ലാവരുടെയും ഒരു ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു ദിവസം രാവിലെ വന്ന് കളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ മെസ്സി വരുവാണെങ്കിൽ എല്ലാ കായിക പ്രേമികൾക്കും വളരെ സന്തോഷകരമായിരിക്കും. മെസ്സി വരുന്ന കേരളത്തിലേക്ക് നിങ്ങൾ അറിഞ്ഞാൽ മെസ്സി കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നു? തീർച്ചയായിട്ടും വരുന്നതായിരുന്നു നല്ലത്. കാര്യം നല്ലൊരു പ്രചോദനമാകും കേരളത്തിന്. പിന്നെ ഫുട്ബോൾ കളിക്ക് അത് വളരെയധികം ഒരു ആവേശം നൽകും, എനർജി കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. മെസ്സി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമ്മൾ TV-യിലൂടെയും പത്രങ്ങളിലൂടെയും മാത്രം കാണുന്നു. തീർച്ചയായിട്ടും അല്ലേ? എങ്ങനെയാണ്? മെസ്സി വരണം, നമ്മുടെ ജനങ്ങൾക്ക് ആവേശം കൊള്ളിക്കണം, നമ്മുടെ പ്രകോപനമായിരിക്കണം. ജയ് മെസ്സി. എന്താണ് പറയാനുള്ളത്? മെസ്സി വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മെസ്സിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരുന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ്. അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവരുന്നതിനെയാണ് ജനങ്ങൾക്ക് എതിർപ്പ്. രാഷ്ട്രീയമായിട്ടല്ലല്ലോ മെസ്സി വരുന്നത്, പന്ത് കളിക്കാൻ പറ്റും. സ്പോർട്സുമായി ബന്ധപ്പെട്ട് മെസ്സി വരുന്നതിനെ വാം വെൽക്കം കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മെസ്സി കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നത്. കളി ഇടയ്ക്ക് കുറച്ചു നേരം നിർത്തിയാൽ എന്തായാലും നല്ല വാശിയുള്ള കളിയാണ്, ഇടയ്ക്ക് നിർത്തി ക്ഷമിക്കണം. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് മെസ്സി വരുന്നത്? മെസ്സി വരുന്നതിനോട് നല്ല അഭിപ്രായമാണുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ഗ്രൗണ്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആദ്യം ആ ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പം മെസ്സി അർജന്റീന ടീം വരുന്നത്. കാര്യം മെസ്സി വരുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്നതിൽ നല്ലത് ഇവിടെ അടിസ്ഥാനം. ഇപ്പോൾ നമ്മുടെ ഈ ബീച്ചിൽ മാത്രമേ ഇവിടെ കളിയുള്ളൂ. അങ്ങോട്ടെന്ന് പറയുന്നത് ഇപ്പം മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് ബീച്ച് ഗ്രൗണ്ടുകളെല്ലാം പോയി. ഗ്രൗണ്ടുകളൊക്കെ വീടുകളായിട്ട് മാറി. നമുക്കിപ്പോൾ ഒരു സ്റ്റേഡിയം ഉണ്ട്, അത് വെറുതെ കിടക്കും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും പല ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മെസ്സി വരുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വരുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് അത് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. അപ്പം മെസ്സിയെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. മെസ്സി വരുന്നതിന് എല്ലാവർക്കും സന്തോഷക്കുറവൊന്നുമില്ല. പക്ഷേ നമ്മുടെ കായിക മേഖലയിൽ ഗ്രൗണ്ടുകൾ കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ട് വികസിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി അവരുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട്. എന്തായാലും കളി തുടങ്ങിയിരിക്കുകയാണ്. മനു, ഇതിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടും, ഏത് സമയത്തും അടി കിട്ടുന്നൊരവസ്ഥയാണ്. കാര്യം വളരെ വാശിയുള്ളൊരു മത്സരമാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. മെസ്സി കളിക്കാൻ ഇറങ്ങുന്നുണ്ടോ? മെസ്സി വരുന്നതിന്റെ ആവേശം ഒന്ന് ഇറങ്ങിയാലോ ഷാജി? ഞാൻ മിക്കവാറും രാവിലെ ഇവിടെ കളിക്കുന്നതാണ് മണ്ണിൽ. എങ്ങനെ പോയാലും ഞങ്ങൾ 1 മണിക്കൂർ രാവിലെ ഇവിടെ കളിക്കുന്നതാണ്. അത് ആരോഗ്യം, ഫുട്ബോൾ കളിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും അത് വളരെയധികം നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മണ്ണലിൽ വന്ന് കളിക്കുന്നത് രാവിലെ.
ഓക്കെ, താങ്ക് യു ഷാജി. രാവിലെ ഈ ഫുട്ബോൾ കളിക്കിടയിൽ നമ്മളോട് സംസാരിച്ചത് ഏതായാലും മെസ്സി വരുന്നതിന്റെ സന്തോഷം ഇങ്ങനെ അലയടിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, അത് പ്രധാനപ്പെട്ട തന്നെയാണ്. മെസ്സിയെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും സന്തോഷം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അതിനുള്ള ഇടപെടലുകൾ കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ആ ഇടപെടലുകൾ ഉണ്ടാകും, അതിലൊന്നും സംശയം വേണ്ട. നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മൾ അത് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.